പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഏപ്രിൽ മാസം 19-ാം തീയതി ആമേൻ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തി പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, നമുക്കായി കർത്താവ് മാറ്റിവെച്ചിരിക്കുന്ന ഈ നല്ല ദിവസത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതകരമായി കാത്തുപരിപാലിച്ചു. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, അവൻ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ എന്നൊക്കെയും നമ്മളെ വിടുവിച്ചു. തൻ്റെ ചെറുകിൻ്റെ മറവിൽ കർത്താവ് കഴിഞ്ഞ പകൽക്കാലം നമ്മളെ മറച്ചു. ദുഷ്ടനാകുന്നവൻ്റെ ദൃഷ്ടി നമ്മുടെ മേൽ വീഴുവാൻ അനുവദിക്കാതെ കർത്താവ് നമ്മളെ ഓരോ നിമിഷവും കാത്തു പരിപാലിച്ചില്ലേ. എത്ര ശ്രേഷ്ഠമായിരുന്നു കഴിഞ്ഞ പകൽക്കാലം അല്ലേ. കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചില്ലേ. സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചില്ലേ. ഇത് കർത്താവിൻ്റെ കൃപയല്ലേ. രാത്രി നല്ല ഉറക്കം തന്നത്. കർത്താവെ നന്ദിയോടെ സ്തോത്രം, കർത്താവെ നന്ദിയോടെ സ്തോത്രം, കർത്താവെ നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് ഒരുമിച്ച് സ്തോത്രം പറയാം. എല്ലാവരും ചേർന്ന് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിന് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാണ്ട് ഈ പകൽക്കാലം അവൻ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലവും ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന പിതാവിന് അപ്പാ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങെത്ര നല്ലവൻ, അങ്ങെത്ര വല്ലഭൻ, അങ്ങയുടെ ദയ എന്നും എന്നേക്കുമുള്ളത്. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ആമേൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നവൻ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ, അങ്ങേകനായി മഹാത്ഭുതത്തെ ചെയ്യുന്നവൻ. ആമേൻ, അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നല്ലോ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളോവേ കർത്താവിൻ്റെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വാദിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീരസ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ കർത്താവിൻ്റെ ദയയും രാത്രി തോറും കർത്താവിൻ്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലത്. ആമേൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളോവേ കർത്താവിൻ്റെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വീണ കൊണ്ടും 10 കമ്പിയുള്ള വാദിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീരസ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ കർത്താവിൻ്റെ ദയയും രാത്രി തോറും കർത്താവിൻ്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലത്. നമുക്കൊരുമിച്ച് വർണ്ണിക്കാം. ഇന്നത്തെ പകൽക്കാലം കർത്താവിൻ്റെ നന്മയെ വർണ്ണിക്കുവാൻ, കർത്താവ് ചെയ്ത ആമേൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് സ്തോത്രം പറയുവാൻ ഈ പകൽക്കാലം ഉപയോഗിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകൽക്കാലം കാത്തുപരിപാലിച്ചതിന് ഒരിക്കലൂടെ സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയതിന് സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നു. കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്ക് നന്ദി പറയുന്നു. അപ്പോൾ ഈ പകൽ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അപ്പോൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങൾ അങ്ങനെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരാൾ പോലും ലജ്ജിച്ചു പോകല്ലേ. തിരുവഴുത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങ് ലജ്ജിപ്പിക്കത്തില്ലെന്ന്. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും ആമേൻ, അവർ ലജ്ജിച്ചു പോകാതെ അവർ ആമേൻ സന്തോഷം അനുഭവിപ്പാൻ, അവർ സമാധാനം അനുഭവിപ്പാൻ, അവർ സ്വസ്ഥത അനുഭവിപ്പാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ വലിയ സൗഖ്യങ്ങൾ നടക്കട്ടെ. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വലിയ സൗഖ്യങ്ങൾ ഇപ്പോൾ ഇന്നത്തെ ഈ മോർണിംഗ് മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് വലിയ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. ആമേൻ. വലിയ സൗഖ്യങ്ങൾ. ക്യാൻസറിനാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ, ആമേൻ, അതിവേദനകളാൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, ആമേൻ, മാരകമായ രോഗങ്ങളാൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അത്ഭുത സൗഖ്യങ്ങൾ നടക്കട്ടെ. ദൈവപ്രവൃത്തി നടക്കട്ടെ. കർത്താവിൻ്റെ മഹത്വം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇപ്പോൾ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർക്ക് കർത്താവെ ജോലി കൊടുക്കുന്ന കർത്താവ് അങ്ങാകിയാൽ സ്തോത്രം. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. ആമേൻ. കുടുംബത്തിനകത്ത് സന്തോഷവും സ്വസ്ഥതയും ഉണ്ടാകട്ടെ. ജോലി സ്ഥലത്ത് സമാധാനം ഉണ്ടാകട്ടെ. ഈ ദേശങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ. അങ്ങനെ വലിയ പ്രവൃത്തി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നതിന് നന്ദി. സകല മഹത്വവും പുകഴ്ചയും അപ്പയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇന്നത്തെ സഭായോഗത്തെ കർത്താവ് അനുഗ്രഹിക്കുകയും ആമേൻ അസാധാരണമാക്കുകയും ചെയ്യുന്നതിന് സ്തോത്രം. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ഇന്ന്
ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. ആമേൻ. അങ്ങയുടെ വലിയ സമാധാനവും അങ്ങയുടെ വലിയ സന്തോഷവും സ്വസ്ഥതയും ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും വന്ന് പതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പുതപ്പ് പോലെ സന്തോഷം, സമാധാനം, ആനന്ദം യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. ഒരു ജോയ്ഫുൾ ഫ്രൈഡേ ആയി മാറട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ. അതിലുപരിയായി വലിയ സന്തോഷം കൊണ്ട് കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് രാവിലെ ഇന്ത്യൻ സമയം 8:30 കർത്താവ് അനുവദിച്ചാൽ ഇന്നത്തെ സഭായോഗം ആരംഭിക്കും. അതുകൊണ്ട് തക്ക സമയത്ത് ജോയിൻ ചെയ്യണം. പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കുക. നിങ്ങളുടെ ലൈഫ് മാറി മറിയുവാൻ അത് ഇടവരും. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യമാണ് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് തന്നിരിക്കുന്ന ആലോചന. ജോൺ 16:32. നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോവുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വന്നുമിരിക്കുന്നു. പിതാവ് എന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല താനും. ഈ നമുക്കറിയാം, കർത്താവിൻ്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് ക്രൂശിൽ യാഗമാകുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരുമായി ചിലവഴിച്ച ചില സുപ്രധാന സമയങ്ങളും ശിഷ്യന്മാരോട് പങ്കുവെച്ച ചില സുപ്രധാനമായ കാര്യങ്ങളുമാണ് 14, 15, 16, 17 അധ്യായങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. അതിനകത്ത് നമുക്കറിയാം, അസാധാരണമായ രോഗസൗഖ്യങ്ങളും വീര്യപ്രവൃത്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്ത് കർത്താവ് ഒരു ജയശ്രീ ലാളിതനായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനേകം വലിയ കൂട്ടമായി ജനം അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശിഷ്യന്മാരെ കൂടാതെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് ആയിരങ്ങൾ തന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നതായ കാലഘട്ടമാണ്. അപ്പം ആ കാലഘട്ടത്തിൽ യേശു ശിഷ്യന്മാരോട് പറയുക, താൻ കഷ്ടമനുഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ചും ക്രൂശുമരണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ശിഷ്യന്മാരോട്, നിങ്ങൾ ഓരോരുത്തരും താൻ്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോകും. എൻ്റെ കൂടെ ഇപ്പോൾ നടക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിതറിപ്പോകും. ആമേൻ. എല്ലാവരും ഓടി ഒളിക്കുക. നമുക്കറിയാം, ഒരിക്കലും മാറിപ്പോകത്തില്ലെന്ന് പറഞ്ഞവരെല്ലാവരും മാറിപ്പോയി. പത്രോസ് ഉൾപ്പെടെ സകലരും ഓടി മാറി ചിതറിപ്പോവുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യും. അവസാനം ക്രൂശു മരണത്തിന് താൻ ഏകനായിട്ടാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അത് കർത്താവിൻ്റെ സ്വർഗീയ പിതാവിൻ്റെ പദ്ധതിയായിരുന്നു, യേശുവിനെ ക്രൂശിൽ മരിക്കുക എന്നുള്ളത്. അത് യേശുവിന് നല്ലോണം അറിയാമായിരുന്നു. അപ്പോൾ എല്ലാവരും വിട്ടുപോകുമെന്നും യേശുവിന് അറിയാമായിരുന്നു. എല്ലാവരും ചിതറിപ്പോകുമെന്നും അറിയാം. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്ന പദം, നിങ്ങളെല്ലാവരും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു, എന്നാൽ വന്നുമിരിക്കുന്നു. എന്നിട്ട് അടുത്തതാണ് ഇമ്പോർട്ടൻ്റ്. അതിനകത്താണ് ആ പ്രസൻസ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. കൂടെ നടന്ന വലിയ ജാഥ പോലെ കൂട്ടമായി നടന്നവരെല്ലാവരും പോകുമെന്നും താൻ സ്നേഹിച്ച് കൊണ്ടു നടന്ന ശിഷ്യന്മാർ പോകുമെന്നും തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ ഓടി മാറുമെന്നും ഒക്കെ കർത്താവിന് മനസ്സിലായപ്പോഴും കർത്താവിന്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന് ഉറപ്പുണ്ടായിരുന്നു, പിതാവ് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല. ഇന്ന് പ്രഭാതത്തിൽ ഇതാണ് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും ആവശ്യം. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് നമ്മളോട് പറഞ്ഞ നമ്മുടെ സ്വർഗീയ പിതാവ്, ഈ ലോകത്തിൽ ആരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ മാറിപ്പോയാലും, ആരൊക്കെ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ വിഷയങ്ങളെ കണ്ട് ഓടി ഒളിച്ചാലും, ഹല്ലേലൂയ, ഈ പിതാവ് നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ എൻഗ്രേവ് ചെയ്തിരിക്കുന്നു. ഉള്ളം കയ്യിൽ എൻഗ്രേവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അവിടുന്ന് ഇനി മാറ്റാൻ കഴിയത്തില്ല. ഒരമ്മ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ മറക്കുമോ? ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ഇതാണ് സ്വർഗീയ വാഗ്ദത്തം. ഈ വാഗ്ദത്തം നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നമ്മൾ ഒരിക്കലും ഒറ്റപ്പെടാറില്ല. നമുക്കറിയാം, ഏത് ഏകാന്തതയുടെ നടുവിലും ഒറ്റപ്പെടലുകളുടെ നടുവിലും ആമേൻ നമ്മുടെ കൂടെ യേശു ഉണ്ടെന്നുള്ള ബോധ്യം, പിതാവുണ്ടെന്നുള്ള ബോധ്യം നമ്മളെ അത്ഭുതമാക്കി മാറ്റും, നമ്മളെ വ്യത്യസ്തരാക്കി മാറ്റും, നമ്മളെ അസാധാരണക്കാരാക്കി മാറ്റും. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവമക്കളും എപ്പോഴും ഏത് സാഹചര്യത്തിലും ഓർത്തിരിക്കുക, നിങ്ങൾ ഒരിക്കലും അനാഥരായി തീരുകയില്ല, നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെട്ടു പോവുകയില്ല. ആ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടോ? ഒരു പിശാചിനും നിങ്ങളെ ജയിക്കാൻ കഴിയത്തില്ല,
ഒരു പ്രശ്നത്തിനും നിങ്ങളെ ജയിക്കാൻ കഴിയത്തില്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിൻ്റെ കൂടെയുണ്ട്. ആമേൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ആമേൻ, ഉപേക്ഷിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും, ഞാൻ ഏകനല്ല, ഞാൻ അനാഥനല്ല. ആമേൻ. ഈ ലോകത്തിൽ കൂടെ നടന്ന കൂട്ടുകാർ തള്ളിക്കളഞ്ഞാലും, കൂടെ ജോലി ചെയ്തവർ തള്ളിക്കളഞ്ഞാലും, സ്വന്തക്കാർ തള്ളിക്കളഞ്ഞാലും, യേശുവിനെ എല്ലാവരും തള്ളിക്കളഞ്ഞു, യേശുവിനെ വിട്ട് എല്ലാവരും ഓടിപ്പോയി. പക്ഷേ യേശു പറഞ്ഞു, ഞാൻ ഏകനൊന്നുമല്ല, കാരണം എൻ്റെ പിതാവ് എന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഏകനല്ല. ഇന്ന് നമുക്കും ധൈര്യത്തോടെ പറയാം, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ ഉള്ളിലിരിക്കുന്നത് കൊണ്ട്, ഇമ്മാനുവേൽ, ദൈവം എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാനും ഏകനല്ല, ഞാൻ ഏകനാകുകയില്ല. കാരണം എപ്പോഴും എൻ്റെ കൂടെ പിതാവുണ്ട്. ആ ബോധ്യത്തോടു കൂടെ ജീവിക്കുക, ആ കോൺഷ്യസ്നെസ്സിൽ ജീവിക്കുക, നിങ്ങളൊരു അത്ഭുതമായി മാറും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. ആമേൻ. നമ്മൾ അത്ഭുതമാകും, നമ്മൾ ഉയർച്ച പ്രാപിക്കും, എല്ലാവർക്കും ഭയമായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.